ഹലോ എവ്രി വൺ, ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ളോഗാണ് കാണിക്കുന്നത്. സോ കുറച്ച് നോയ്സ് ഉണ്ടാവും അപ്പുറത്തെ വീഡിയോ പണി എടുക്കണതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യുക, ബാക്കി വീഡിയോ എൻജോയ് ചെയ്യും. സോ ഇന്ന് ഞാനൊരു ഈവനിങ് ആയപ്പോഴായിട്ടും പഠിക്കാനിരുന്നത്, കാരണം ഒരുപാട് ടോപ്പിക്ക് പഠിച്ച് തീർക്കാനുണ്ട്. ഒരു ആസ്പിറൻ്റായ എല്ലാവർക്കും അറിയാൻ പറ്റും എന്തോരം ടോപ്പിക്കായിരിക്കും നമുക്ക് കവർ ചെയ്യാനുള്ളത്. എന്തോരം പഠിച്ചാലും തീരാത്തത്ര ടോപ്പിക്കുണ്ട്. പ്ലസ് അതിൻ്റെ റിവിഷനും നമ്മൾ കൂടെ കൊണ്ടുപോകണം. സോ ഞാൻ ഇന്ന് GK കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഓരോ ഹിസ്റ്ററി, ബുദ്ധിസം, ജൈനിസം അതുപോലത്തെ ക്ലാസ്സൊക്കെയാണ് കാണുന്നത്. കാരണം ഒരുപാട് ടോപ്പിക്ക് എനിക്ക് കവർ ചെയ്യാനുണ്ട്. കുറച്ച് ലേസി പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം വരുന്ന വീഡിയോ കാണാനും എനിക്ക് പറ്റത്തില്ല. ഞാൻ ആ ഒരു ടൈപ്പേ അല്ല. എനിക്ക് തോന്നുമ്പോൾ മാത്രം ഞാൻ പഠിക്കത്തുള്ളൂ. എന്നിട്ട് വലിയ കാര്യത്തിൽ ഞാൻ SSC ആസ്പിറൻ്റ് ആണെന്നും പറഞ്ഞിടും. എനിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ ടൈമിൽ പ്രോപ്പറായി പഠിച്ചവരെ നമുക്ക് പിന്നെ ഒരു രണ്ടാമത് റിവിഷൻ വേണ്ട എന്നൊരിക്കലും ഞാൻ പറയില്ല. ബട്ട് നമുക്കത് മൈൻഡിലിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഞാൻ കൂടുതലും 1-2 ദിവസം ഫുൾ ക്ലാസ്സസ് എല്ലാം കണ്ടിട്ട് അതിന് ശേഷമാണ് പഠിക്കാനിരിക്കുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എടുക്കുന്ന ക്ലാസ് പഠിച്ചു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പ്ലസ് ഞാൻ മാത്സ്, ഇംഗ്ലീഷ് അതുപോലെയുള്ള സബ്ജക്ട്സ് എല്ലാം ഞാൻ ആ സമയത്ത് തന്നെ പഠിച്ചു പോകും. പ്ലസ് PYQ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഓൺലൈനിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബുക്സ് റെഫർ ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ കിട്ടും. സോ എൻ്റെ കയ്യിലുണ്ട് 2 റെഫറിങ് ബുക്ക്. അത് വെച്ചിട്ടാണ് ഞാൻ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ജൂൺ, ജൂലൈ ആ ടൈമിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. സോ ആ ഒരു 5 മാസം 4 മാസം സമയമുള്ളൂ നമുക്ക് ഈ ടോപ്പിക്ക് ഫുൾ കവർ ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനും റിവിഷൻ ചെയ്യാനും കേട്ടോ. സോ ഈ ഒരു 5 മാസം കൊണ്ട് നമ്മളെല്ലാം റിവിഷൻ ചെയ്തിരിക്കണം. അതുപോലെ സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സിലബസ് എങ്കിലും ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു 30-40% ക്വസ്റ്റ്യൻസ് നമുക്കതിൽ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ SSCയുടെ എക്സാം പാറ്റേൺ എല്ലാം എല്ലാവർക്കും അറിയാമെന്നായിരിക്കുന്നു. അതിനുശേഷം ഞാനൊരു 10-15 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. കാരണം ഒറ്റ സ്ട്രെച്ചിന് എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇരുന്ന് കുറച്ച് നേരം പഠിച്ചു. പിന്നെ എൻ്റെ അമ്മ ഏത് നേരവും പറഞ്ഞിരിക്കും പഠിക്കും. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് എന്നെ വിടത്തില്ല. ഒരുപാട് ഇൻ്റർവ്യൂസിനെല്ലാം ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. ബട്ട് ഒന്നും നടന്നില്ല. അച്ഛൻ പറഞ്ഞു വേണ്ട പ്രൈവറ്റ് കമ്പനി, വേണ്ട ഗവൺമെൻറ് ജോലി മതി. അതാണ് എൻ്റെ അച്ഛൻ്റെ ഒരു മൈൻഡ്. ബട്ട് ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ് ജോലി കൊണ്ട് ലൈഫ് സെറ്റിലാവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ അച്ഛനൊരു ബിസിനസ്മാനാണ്. സോ എനിക്കും ആ ഒരു മൈൻഡാണ്. ബിസിനസ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ജീവിക്കണം. ബട്ട് എന്തോ അച്ഛനതിനെ സമ്മതിക്കുന്നില്ല. എനിവേ പഠിച്ചല്ലേ പറ്റൂ, ഇവരല്ലേ പഠിപ്പിക്കുന്നത്. സോ അതിനുശേഷം ഞാൻ വീണ്ടും പഠിക്കാനിരുന്നു. ഇപ്പം ഞാൻ യൂട്യൂബിൽ കുറേ ആസ്പിറൻസ് സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ 6 hours, 8 hours, 10 hours ഒക്കെ പഠിക്കണം വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്കെന്തോ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ബ്രേക്ക് എടുത്ത് ഒരു 3 to 5 hours അത്രയൊക്കെ മാക്സിമം ഞാൻ പോകത്തുള്ളൂ. ബട്ട് ഞാനത് ഒരു 10 hours വരെ ആക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. സോ ബേസിക്കലി നമ്മൾ ചെറുതായി ഇപ്പോൾ ഒരു ദിവസം 3 hours പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം 4 hours പഠിക്കണം. അങ്ങനെ ഒരു 1 hour ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഭയങ്കര മെൻ്റലി സ്ട്രെസ്ഡ് ആവാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊരു 30 minutes 40 minutes ഡെയിലി കൂട്ടി പോകും. സോ നമ്മളത് ഒരു സ്ട്രെസ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുമോ, ഞാൻ ഇത്ര അവർ പഠിക്കും, ഇത്ര അവർ കുത്തിയിരുന്നു, അങ്ങനെ ഒരു മൈൻഡ് ഓഫ് തോട്ട് നമുക്കിന്ന് വരില്ല. അതിന് ശേഷം നമ്മൾ ഫുള്ള് അതിൻ്റെ റിവിഷൻ ചെയ്യുക, പ്ലസ് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് എല്ലാം. സോ അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ. ലവ് യു ഗൈസ്.